LMR London Malayalam Radio, the station that loves God's own country and its people. London Malayalam Radio. LMR. This program is sponsored by Law and Lawyer Solicitors. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ എല്ലാവരുടെയും സ്വന്തം ആർജെ കണ്ണൻ രാമചന്ദ്രൻ. ഹാപ്പി ക്രിസ്മസ് എവരിബഡി. അങ്ങനെ ക്രിസ്മസ് ദിനം വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യമൊക്കെ നേടി പള്ളികളിൽ പോയി പ്രാർത്ഥനയൊക്കെ നടത്തി കരോൾ ഗാനങ്ങളൊക്കെ പാടി സന്തോഷകരമായി ഇരിക്കുകയാണെന്നും എനിക്കറിയാം. എനിക്കും ക്രിസ്മസ് ദിനങ്ങൾ വളരെയധികം പുതുമയുള്ള ദിനങ്ങൾ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ രണ്ടാമത്തെ ക്രിസ്മസ് ആണ് ലണ്ടനിൽ വന്നതിന് ശേഷമുള്ള. കഴിഞ്ഞ ക്രിസ്മസും വളരെയധികം സന്തോഷകരമായിരുന്നു. LMRന്റെ പ്രോഗ്രാമുകളുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ തുടങ്ങിയ സമയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആ ക്രിസ്മസ് ദിനങ്ങൾ. അതിനുശേഷം ഇതിപ്പോൾ രണ്ടാമത്തെ ക്രിസ്മസ് ആണ്. ഞങ്ങൾ പുൽക്കൂടൊക്കെ ഒരുക്കി നല്ല ട്രീ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുകയാണ്. അങ്ങനെ ലണ്ടനിലും ക്രിസ്മസ് അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് ലൈറ്റുകൾ കാണുവാൻ വേണ്ടി സെൻട്രൽ ലണ്ടനൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതെത്ര പറഞ്ഞാലും മതി വരികയില്ല. അതിനൊക്കെ അപ്പുറമാണ് ക്രിസ്മസിലേക്ക് കടക്കുമ്പോൾ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രമാണങ്ങളുടെയും ഒക്കെ പാത പിന്തുടരുന്നവരാണ് നമ്മൾ ഓരോ ഭാരതീയരും. അപ്പം നമുക്ക് ആ വിശ്വാസങ്ങളിലേക്കൊക്കെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. ഞാൻ ലണ്ടനിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വീടിനടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി എന്ന് പറഞ്ഞാൽ ആറ്റുവ സെന്റ് ബെർസോമാസ് പള്ളിയാണ്. പള്ളിയിലായിരുന്നു എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷത്തിന് പോകും. എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞാനും പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. ബൈബിൾ പഠിക്കാറുണ്ടായിരുന്നു ചെറുപ്പകാലങ്ങളിലൊക്കെ തന്നെ. ഇപ്പോഴും വായിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പം അവിടെ അച്ഛനാണെങ്കിൽ ആൾത്താരകളിൽ നിന്നും വാഴ്ത്തിയ ദിവ്യരൂപം എടുത്ത് ആ പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഒത്തിരി അധികം എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെയൊക്കെ ഇടവകയിലെ ഞങ്ങളുടെ എല്ലാമായിരുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു, ഫാദർ നൈനാൻ വി ജോർജ്. അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിനോട് കുറച്ചു നേരം സംസാരിക്കണമെന്നുണ്ട്. അതുപോലെ അവിടെ കരോളും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനകത്തിൽ പങ്കെടുക്കണമെന്നൊക്കെയുള്ള ഒരു ഇഷ്ടത്തോടുകൂടി യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നേ ഉള്ളൂ. അപ്പം ഒരു നല്ല ഗാനം, ജീസസിനെ പറ്റിയുള്ള ഒരു നല്ല ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളെല്ലാവരും എവിടെ തന്നെ ഇരിക്കണം, എവിടെയും പോകരുത്. ഒത്തിരി കഥകളും കാര്യങ്ങളും ലണ്ടനിലെ ക്രിസ്മസ് വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം കണ്ണൻ രാമചന്ദ്രൻ.
വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ്. കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 മാഞ്ചസ്റ്റർ 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. ഹലോ, ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിതയാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപേ മഞ്ഞു പെയ്യുന്ന ഒരു രാവിൽ മാലാഖമാർ വാനിൽ ക്രിസ്തുമസ് ഗാനം ആലപിക്കുമ്പോൾ ബേത്ലഹേമിലെ പുൽക്കൂടിനുള്ളിൽ മാനവരക്ഷയ്ക്കായിട്ട് കന്യാസുതനായി ഉണ്ണീശോ പിറന്നു. ആ തിരുപ്പിറവിയുടെ മഹത്തായ സന്ദേശം പാരിലെങ്ങും വിളിച്ചോതുന്ന ക്രിസ്മസ് ഇതാ ഗ്രീഷ്മകാലത്തിന്റെ അകമ്പടിയുമേന്തി നമ്മോടൊപ്പം എത്തിപ്പോയി. ഈ ക്രിസ്മസ് അത്യന്തം മംഗളമായി തീരട്ടെ. ഏവർക്കും അമ്മിണിക്കുട്ടിയുടെയും ലണ്ടൻ മലയാളം റേഡിയോയുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ RJ കണ്ണൻ രാമചന്ദ്രനാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രൂക്ക്ലി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്. അവിടെ ചർച്ചിൽ മലയാളം കുർബാനയും പ്രാർത്ഥനയും പാട്ടും കരോളും ഒക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ നമുക്കിവിടെ ലണ്ടനിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു വളരെ സന്തോഷമായിരിക്കും അല്ലേ. നമ്മുടെ ആ രീതിയിൽ തന്നെയുള്ള ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുന്നതും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 40-45 വർഷമായിട്ട് ലണ്ടനിൽ ഈ ഓർത്തഡോക്സ് സഭയുടെ ഈ ചർച്ച ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഞാൻ അവിടേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് ലണ്ടനിലെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വളരെയധികം രസമുള്ള ക്രിസ്മസ് ആണ്. എവിടെയും ലൈറ്റുകളാണ്, നിറയെ ലൈറ്റുകളൊക്കെ ഇട്ട് സ്ട്രീറ്റുകളൊക്കെ നല്ല സുന്ദരി കുട്ടിയെ ഒരുങ്ങിയിട്ടുണ്ട്. എവിടെയും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ വരെ കാണാൻ കഴിയും ഇവിടെ. അതുകൂടൊപ്പം തന്നെ അതികഠിനമായ ശൈത്യത്തിന്റെ അതികഠിനമായ അവസ്ഥയിലാണ് ലണ്ടൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും. എന്തുതന്നെയായാലും നമ്മൾ ഏകദേശം ബ്രൂക്ക്ലിയിൽ എത്തിയിരിക്കുകയാണ്. പള്ളിയിൽ കരോൾ ഗാനങ്ങളും കരോൾ പാട്ടുകളും ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് അച്ഛനെ കാണണം, അവരുടെ പരിപാടികളൊക്കെ പങ്കെടുക്കണം. അതിനുശേഷം അച്ഛനോട് കുറേ നേരം സംസാരിക്കണം. കാരണം പഴയ നാട്ടുകാരാണ് ഞങ്ങൾ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ കൊച്ചുകാലങ്ങളിൽ പള്ളിയിൽ പോകുമ്പം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായാലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തിയോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു പ്രാർത്ഥന കത്തോലിക്ക സഭയുടെ ഒരു പ്രാർത്ഥന എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥന എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയതായിരിക്കാം. പക്ഷേ ദൈവപുത്രൻ ഭൂമിയിലേക്ക് അവതരിച്ച് നമ്മളെ പാപമുക്തി നൽകിയെന്നാണ് ബൈബിൾ പറയുന്നത്. അത് യാഥാർത്ഥ്യമായിരുന്നു. കഠിന പീഡന യാതനകൾക്കൊടുവിലും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും നമ്മൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെയധികം ഭംഗിയുള്ള ക്രിസ്മസ് ട്രീകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ഭംഗിയിൽ എന്താ പറയണ്ടേ, പുൽത്തൊഴുത്തുകളൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷം പൊടി പൊടിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇന്നേ ദിവസം ഞാൻ അച്ഛനോടൊപ്പം എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കാനും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ. എന്തായാലും ഒരു നല്ല സോങ് കൂടെ കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ കരോൾ സോങ്ങുകളൊക്കെ പൊടി പൊടിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ലൊരു സോങ് കൂടെ കേട്ട് തിരിച്ചു വരാം. മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ
സുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. സുഖ സുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ. താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ. ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങുറങ്ങ്. നീല നീലാവല നീളുന്ന ഷാരോൺ താഴ്വര തന്നിലെ പനിനീർപ്പൂവേ. നീല നീലാവല നീളുന്ന ഷാരോൺ താഴ്വര തന്നിലെ പനിനീർപ്പൂവേ. തേൻ തുളുമ്പും ഇതളുകളാൽ നാഥനു ശയ്യയൊരുക്കൂ. തേൻ തുളുമ്പും ഇതളുകളാൽ നാഥനു ശയ്യയൊരുക്കൂ. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ. താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ. ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങുറങ്ങ്. യോർദാൻ നദിക്കരെ നിന്നണയും പൂന്തേൻ മണമുള്ള കുഞ്ഞിക്കാറ്റേ. യോർദാൻ നദിക്കരെ നിന്നണയും പൂന്തേൻ മണമുള്ള കുഞ്ഞിക്കാറ്റേ. പുൽകിയുണർത്തല്ലേ നാഥനുറങ്ങട്ടെ പരിശുദ്ധ രാത്രിയല്ലേ. പുൽകിയുണർത്തല്ലേ നാഥനുറങ്ങട്ടെ പരിശുദ്ധ രാത്രിയല്ലേ. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ. താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ.
സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷങ്ങളുടെയും നക്ഷത്രങ്ങൾ തിളങ്ങട്ടെ. ഒപ്പം വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങൾ ഇടയാക്കട്ടെ. LMRന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഹായ്, ഈസ് ആജയ് മോനി ഹിയർ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും നല്ല നാളുകളിൽ LMRന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലണ്ടനിലെ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലാണ്. ക്രിസ്മസ് ദിനമായിട്ട് ഞാൻ ഇവിടേക്ക് വരാനുള്ള കാരണം ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായ നയനാൻ വി ജോർജ് അച്ഛൻ നമ്മളോടൊപ്പമുണ്ട്. ഞാൻ അച്ഛനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ക്രിസ്മസിനെ കുറിച്ച്. ശരിക്കും ഈ ചർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു ചർച്ചാണ്. ലണ്ടനിലെ എല്ലാ ചർച്ചുകളും നല്ല ഭംഗിയുള്ള ചർച്ചാണ്. ഞാനപ്പോൾ അച്ഛൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ധാരാളം കാര്യങ്ങൾ അച്ഛൻ കരുതി വെച്ചിട്ടുണ്ട്. ഫാദർ നമസ്കാരം. നമ്മളിവിടെ വെച്ച് കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഫാദർ, നല്ല ഭംഗിയുള്ള ചർച്ചാണിത്. ഈ ചർച്ചിന്റെ ഹിസ്റ്ററിയെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എങ്ങനെയാണ് ഈ ചർച്ച് ഇവിടെ തുടങ്ങിയതെന്ന്, എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഒരു വർഷിപ്പ് ആരാധനാ രീതിയിലുള്ള ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്? മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അനുഗ്രഹീത പൈതൃകവും പാരമ്പര്യമുള്ള ദേവാലയമാണ് ലണ്ടനിലെ ബ്രോക്ലി പ്രദേശത്തുള്ള ഈ മനോഹരമായ ദേവാലയം. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ മലങ്കര സുറിയാനി സഭ AD 52 മുതൽ പരിശുദ്ധ മർത്തോമാസ് ലീഹായുടെ ആഗമനത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ളതാണ്. കർത്തൃശിഷ്യനായിട്ടുള്ള തോമസ് ലീഹായുടെ കേരളത്തിലെ ആഗമനത്തോടുകൂടി AD 52 മുതൽ ആരംഭിച്ചിട്ടുള്ളൊരു ദേവാലയമാണ്. അതിന്റെ അനുഗ്രഹീതമായ പൈതൃകവും പാരമ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിൽ നിന്ന് പഠനത്തിനായിട്ട് ഈ UK പ്രദേശത്തേക്ക് വന്നിട്ടുള്ള ചില ആളുകൾ ഒന്നിച്ചുകൂടി ലണ്ടൻ YMCAയിൽ പ്രാർത്ഥന ഗ്രൂപ്പായിട്ടൊക്കെ ആരംഭിച്ചിട്ടുള്ള ഒരു ചെറിയ സംരംഭമാണ് കാലക്രമത്തിൽ ഒരു അനുഗ്രഹീതമായ ദേവാലയമായിട്ട് പരിണമിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളത്. ഏകദേശം അരനൂറ്റാണ്ടിന്റെ പൈതൃകം ഈ ഒരു കോൺഗ്രിഗേഷനായിട്ട് ഈ പ്രദേശത്തുണ്ട്. എന്നാൽ ദേവാലയമായിട്ടൊക്കെ രൂപീകൃതമായിട്ടത് പിന്നെ കാലക്രമത്തിലാണ്. പ്രത്യേകിച്ച് പഠനവുമായും അതുപോലെ ഇമിഗ്രന്റ് വിസയിലും ഒക്കെ വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ ചേർന്ന് ഈ ദേവാലയത്തിന്റെ രൂപീകരണത്തിനായിട്ടിടയായിട്ടുള്ള ഏകദേശം 300ഓളം കുടുംബങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിന്റെ ഭാഗമാണ്. ബ്രോക്കലിയിലുള്ള ഈ സ്വന്തമായിട്ടുള്ള ആലയത്തിലാണ് ഇപ്പോൾ ക്രമീകൃതമായിട്ടുള്ള ഒരു ആരാധനാ സംവിധാനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 2-3 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ഒരു ദേവാലയത്തിന്റെ ക്രമീകരണം സിറ്റിയിൽ തന്നെ, പ്രത്യേകിച്ച് ബ്ലാക്ക് ഫ്രേസ് എന്ന് പറയുന്ന പ്രദേശത്ത് സെന്റ് ആൻഡ്രൂസ് ബൈ ദ വാഡ്രോഫ്, ഇപ്പോഴ് അവിടെയും ഈ 2 ഭാഗങ്ങളിലായിട്ടാണ് ഈ ആരാധനയുടെ ക്രമീകരണങ്ങൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഇത്രയാണ് ഇത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഫാദർ, ഇതൊരു അനുഗ്രഹീതമായ കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ആ മലയാളത്തിലുള്ള ആരാധനാ സമ്പ്രദായത്തിൽ നമുക്ക് ഈ ചർച്ചിൽ വരാനും ഞായറാഴ്ചകളിൽ ഒത്തുകൂടാനുള്ള ഒരു സങ്കേതം എന്ന നിലയിൽ വളരെയധികം സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ് ഈ ചർച്ച എന്ന് എനിക്ക് മനസ്സിലായി ഫാദർ. ശരിക്കും ഫാദറിന്റെ 2ാം വർഷത്തെ ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു ഇവിടെ അല്ലേ, ലണ്ടനിൽ? എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും സെക്കൻഡ് ക്രിസ്മസ് ആണ് ആഘോഷിക്കുന്നത്. അപ്പൊ ഫാദറിന്റെ ഈ വർഷത്തെ ക്രിസ്മസിനെ കുറിച്ച് ഒന്ന് പറയാമോ? ക്രിസ്തുമസ് എപ്പോഴും മനുഷ്യർക്ക് സന്തോഷമുള്ള പകരുന്ന അനുഗ്രഹീതമായിട്ടുള്ള അനുഭവമാണെന്നറിയാമല്ലോ. എല്ലാ ആളുകൾക്കും പ്രായവ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, എല്ലാ കൾച്ചറിൽപ്പെട്ട ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിന്റെ സമാപ്തിയിലേക്ക്, ഒരു പുതിയ വർഷത്തിന്റെ ആരംഭത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന മാനസികമായൊരു സന്തോഷമുണ്ട്. അതുതന്നെ ഈ ആഘോഷങ്ങളുടെ മാറ്റ് കൂട്ടുന്നതാണ്. പ്രത്യേകിച്ച് ക്രിസ്തുമസ് വാസ്തവത്തിൽ നിങ്ങൾക്കൊക്കെ അറിവുള്ളതുപോലെ മാനവരാശിയുടെ സമുദ്ധാരണത്തിനു വേണ്ടി ഈ പ്രപഞ്ചത്തിലേക്ക് എഴുന്നള്ളി വന്ന ഈശ്വരന്റെ ഒരു സാന്നിധ്യത്തിന്റെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈശ്വരന്റെ ഇടപെടലെന്നാണ് ഞങ്ങൾ സാധാരണ പറയാറ്. ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവം ഒരു സങ്കല്പം എന്നുള്ളതിനപ്പുറമായി യാഥാർത്ഥ്യമായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ ഒരു സൂചകമാണ്. അതുകൊണ്ട് തന്നെ അവതാരമെന്നാണ്, മനുഷ്യാവതാരമെന്നാണ്, മനുഷ്യനായി അവതരിക്കുന്ന സങ്കല്പം. ഒരുപക്ഷെ ഭാരതീയ സങ്കല്പത്തിലൊക്കെ അവതാരങ്ങളെക്കുറിച്ച് നമുക്കറിയാം, ദശാവതാര സങ്കല്പങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ പാരമ്പര്യത്തിലെ മനുഷ്യാവതാര സങ്കല്പമാണ് വാസ്തവത്തിൽ ക്രിസ്തുമസില് വളരെ ശക്തമായി ഒരു കന്യകയിലൂടെ ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന് മനുഷ്യനെ ദൈവികരാക്കി തീർക്കുന്ന ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമായിട്ട് അതിനെ കാണാൻ സാധിക്കും. വിട്ടു മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ ആഗമനമാണ് വാസ്തവത്തിൽ ക്രിസ്തുമസിൽ
അനുഗ്രഹകരമായിട്ട് നമ്മൾ ഓർക്കുകയും അത് ആരാധിക്കുകയും അതിന്റെ അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസിന് തീർച്ചയായിട്ടും ഒരു ദൈവിക ഭാവമുണ്ട്, അതിനപ്പുറമായൊരു മാനവിക ഭാവമുണ്ട്. വാസ്തവത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ, പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൽ തന്നെ ശൈത്യം കനീഭവിക്കുന്ന ഈ സമയത്ത് ആ ശൈത്യത്തിന്റെ കാഠിന്യത്തിനപ്പുറമായി ഒരു ആധ്യാത്മികതയുടെ ഊഷ്മളത പകരുന്ന ഒരു അനുഭവം, അതാണ് വാസ്തവത്തിൽ ക്രിസ്തുമസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും ഫാദർ അത് പറഞ്ഞപ്പോൾ ഞാനും അത് ആലോചിക്കുകയായിരുന്നു. ആഘോഷങ്ങളെല്ലാം തന്നെ ഒത്തുചേരലിന്റെയും സന്തോഷത്തിന്റെയും നാളുകളാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒത്തുചേർന്ന് വീട്ടിൽ വന്നു ചേർന്ന് കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥന കൂടുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നും നമ്മുടെ മനസ്സിലെ ഓർമ്മകൾ തരുന്ന ഒരു കാലം തന്നെയാണ് ആഘോഷങ്ങളുടെ എല്ലാ കാലം തന്നെ. ഏതൊരു ആഘോഷമായാൽ തന്നെ എന്തെങ്കിലും പ്രത്യേക ഇൻസിഡൻസ്, അങ്ങനെ പ്രത്യേക പറയത്തക്ക ഒരു ഇൻസിഡന്റ് നടന്ന ഒരു ക്രിസ്മസിനെ കുറിച്ച് ഫാദറിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ക്രിസ്തുമസ് എക്കാലവും വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹകരമായ ആഘോഷത്തിന്റെ അനുഭവമാണ്. എന്നെ വ്യക്തിപരമായിട്ട് എന്റെ വാസ്തവത്തില് കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഇരിക്കുമ്പോൾ ക്രിസ്തുമസിന്റെ വർണ്ണം അല്പം മങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളോട് ചേർന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന അനുഭവങ്ങളാണ് വാസ്തവത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്ന അനുഭവം. ഞാൻ പഠനത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് എന്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടും കുടുംബത്തിൽ നിന്ന് ഒത്തിരി അകന്നു നിൽക്കുന്ന ഒരു ചുറ്റുപാടാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം പ്രത്യേക ഒരു സാഹചര്യത്തിൽ ക്രിസ്തുമസിന് വേണ്ടി എനിക്ക് നാട്ടിൽ ഒന്നുചേരുവാൻ തക്കവണ്ണയിടയായി. അതെനിക്ക് വാസ്തവത്തിൽ ഗ്രഹാതുരത്വം വരുത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ, പ്രത്യേകിച്ച് എന്റെ ബാല്യത്തിൽ ദേവാലയത്തിൽ നിന്ന് എന്റെ സഹപ്രവർത്തകരോടുകൂടി ചേർന്ന് കരോൾ പാടുവാൻ വേണ്ടി പോയ അനുഭവങ്ങളും അതൊക്കെ വീണ്ടും ഒരു റീഎനാക്ട്മെന്റ് ആയിട്ട് ഒരു നവ അനുഭവമായിട്ട്, നവ്യ അനുഭവമായിട്ട് തീരുവാൻ തക്കവണ്ണയിടയായി. അങ്ങനെ സൗഹൃദം പങ്കിടുവാനും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് കലാലയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സൗഹൃദവുമായിട്ട് ബന്ധിച്ചേർന്ന് ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കാനും ഒക്കെ സാധിച്ച ഒരു നല്ല അനുഭവം വാസ്തവത്തിൽ ഇപ്പോഴും മനസ്സിലെ സന്തോഷം പകരുന്ന ഒരു അനുഭവമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പഴമയിലേക്കൊന്ന് മടങ്ങിച്ചെല്ലുവാനും പഴയ ചിന്തകളും പഴയ സൗഹൃദങ്ങളും ഒക്കെ പുതുക്കുവാനും നമ്മുടെ ശൈലികളിലേക്ക് അല്ലെങ്കിൽ പഴയ പിന്നിട്ട വഴികളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ഒക്കെ കിട്ടിയ ഒരവസരം ഒരു ക്രിസ്തുമസിന് ഒരു പുതിയ അനുഭവവും പുതിയ ഒരു ഉണർത്തുപാട്ടുമായിട്ടൊക്കെ തോന്നിയതായിട്ട് പ്രത്യേകമായിട്ട് മനസ്സിലോർക്കുക. എനിക്കും തോന്നുന്നു ഫാദർ, എനിക്കും ഇത് രണ്ടാം വർഷമാണ് നമ്മൾ ഒരുമിച്ചാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എനിക്കും വളരെയധികം ഓർമ്മകളുണ്ട്. കാരണം ക്രിസ്മസിന് ഞങ്ങളുടെ ഓർത്തഡോക്സ് പള്ളിയിൽ പോകുന്നതും നമ്മൾ കൂട്ടുകാർ ചേർന്ന് ക്രിസ്മസ് ട്രീകൾ ഒരുക്കുന്നതും കരോള് വരാൻ വേണ്ടി കാത്തിരിക്കുന്നതും സ്കൂൾ അടയ്ക്കുമ്പം പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പുല്ല് പറിക്കാൻ പോകുന്നതും അതൊക്കെ ഇപ്പോഴും കൂട്ടുകാരോടുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് മധുര സ്മരണകൾ തന്നെയാണ്. ശരിക്കും ഫാദറിന്റെ ദൈവിക വൃത്തിയിലേക്കുള്ള വഴിത്തിരിവ് എങ്ങനെയാണ് ഉണ്ടായെന്നൊന്ന് പറയാമോ? കണ്ണനറിയാവുന്നതുപോലെ നമ്മള് ജനിച്ചു വളർന്ന ആ മണ്ണ് എല്ലാ മതങ്ങളുടെയും ഒരു മൂലസ്ഥാനമായിരുന്നല്ലോ. ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളൊക്കെ തമ്മിൽ വളരെ ശക്തമായ ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ അന്തരീക്ഷങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വിഷുവിന് ചാമക്കാവിലെ കെട്ടുകാഴ്ചകളും ആറ്റുവപ്പള്ളിയിലെ പെരുന്നാളും ഒക്കെ ആ ദേശത്തിന്റെ തന്നെ ഒരു വികാരമായിരുന്നു. അതിനപ്പുറമായിട്ട് ആ ബന്ധം കുറച്ചുകൂടി ഊഷ്മളമായിരുന്ന ഒരു നല്ല കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരു ആധ്യാത്മികതയുടെ ചൈതന്യം നിറഞ്ഞ മണ്ണിലാണ് ജനിച്ചു വളർന്നത് തന്നെ എന്റെ പൗരോഹിത്യ വൃത്തിക്ക് ഒരു നല്ല പിൻബലം ഉണ്ടായിരുന്നു. ദേവാലയവുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് വളരെ ഭക്തിയിലും ആധ്യാത്മികതയിലും ഒക്കെ ജീവിച്ച എന്റെ മാതാപിതാക്കളും ആ കുടുംബ പശ്ചാത്തലവും ഒക്കെ തന്നെയായിരുന്നു ഒരു പരിധിവരെ. ഒരു ഒറ്റപ്പെട്ട സംഭവം അതിന്റെ പിന്നിലേക്ക് എനിക്ക് എടുത്തു കാട്ടാനില്ല. അതിനപ്പുറം എന്നെ തന്നെ രൂപപ്പെടുത്തിയ എന്റെ ഒരു ആധ്യാത്മിക ചൈതന്യം ഇടവകയിൽ നിന്ന്, ഞങ്ങളുടെ ഇടവകളിലൊക്കെ ശുശ്രൂഷിച്ച വൈദിക ശ്രേണിയിൽ നിന്ന്, അതിലൊപ്പുറമായിട്ട് മാതാപിതാക്കളുടെയൊക്കെ ആധ്യാത്മികമായ ചൈതന്യം, ഇതൊക്കെ സമുന്നയിച്ചാണ് വാസ്തവത്തിൽ എന്നിലേക്ക് ഈ ഒരു ആവേശം പഠനകാലത്ത് തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും അതിനുശേഷം കോളേജുകളിലേക്ക് പഠനത്തിനു വേണ്ടി പോകുമ്പോഴും, കേരളം വിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് ഉപരിപഠനത്തിനു വേണ്ടി പോകുമ്പോഴും, അതിനുശേഷം അമേരിക്കൻ പ്രദേശങ്ങളിലേക്ക് എന്റെ പഠനത്തിനു വേണ്ടി പോകുമ്പോഴും ഒക്കെ എനിക്ക് ഈ ഒരു സ്വാധീനം നിലനിർത്തുവാനും ആധ്യാത്മികതയിലേക്ക് പടിപടിയായിട്ട് ഉയരുവാനും, അതിനുശേഷം ഇന്ന് ശുശ്രൂഷയായിട്ട് ഈ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് വളരെയധികം ശക്തിയോടെ നമ്മൾ പറയാറുള്ള ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് കടമ്പഴൊക്കെ എന്റെ മനസ്സിൽ ഈ ആധ്യാത്മികതയുടെ പടവുകൾ ഒന്നൊന്നായിട്ട് താണ്ടുവാൻ കണ്ണിടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു ദൈവാനുഗ്രഹം, ദൈവകൃപ എന്നിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ജനിച്ചു വളർന്ന മണ്ണിന്റെ ആധ്യാത്മിക ചൈതന്യം തന്നെയാണ് അതിന്
അടിസ്ഥാനമായിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു ഈശ്വരാനുഗ്രഹമാണ്, അത് ദൈവകൃപയാണ്, മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. അവിടുത്തെ സാധാരണ ജാതിമത വ്യത്യാസമില്ലാതെ എന്നെ സ്നേഹിച്ച, കരുതിയ, എന്നെ രൂപപ്പെടുത്തിയ, എന്നെ ഞാനാക്കിയ ജനങ്ങളുടെയൊക്കെ നല്ല ഒരു അനുഗ്രഹകരമായിട്ടുള്ള ഒരു പ്രേരണയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ശരിക്കും ഫാദർ പറഞ്ഞ കാര്യം വളരെയധികം പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം എൻ്റെ നാടിന്റെ പ്രത്യേകതയാണ് ആ മതേതരത്വം എന്ന് പറയുന്നത്. അവിടെ മതങ്ങൾക്ക് അതീതമായി മനുഷ്യ സ്നേഹത്തിന്റെ കുറേ കൂട്ടായ്മകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫാദർ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പല കാര്യങ്ങളും. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ നയനാനച്ഛൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഏതൊരു മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും ഞങ്ങളുടെ അച്ഛൻ എന്ന് ഞാൻ ആദ്യമായി കേട്ടത് ഫാദറിനെ പറ്റി പറയുമ്പോഴാണ്. എനിക്കതൊരു നല്ല ഓർമ്മകൾ തന്നെയാണ് സമ്മാനിക്കുന്നത് ഫാദർ. ശരിക്കും എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിലെ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയൊക്കെ കണികകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ ഇംഗ്ലണ്ടിൽ കാണാറുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാറുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പൊതുസമൂഹത്തിന്റെ ആളുകളുടെ വിശ്വാസം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ പലയിടത്തും കാണുന്നുണ്ട്. അപ്പം അതിനെ മാറ്റിയെടുക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഫാദർ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫാദറിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. പുതുതലമുറയ്ക്ക് എങ്ങനെയാണ് ശരിക്കും ദൈവത്തിന്റെ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യന് ഒത്തിരി പരിമിതികളുണ്ട്. വ്യക്തിപരമായിട്ടും അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും ഒക്കെ അനന്ത സാധ്യതകളുള്ള ലോകത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് പറയുമ്പോഴും വ്യക്തിപരമായിട്ട് ഒത്തിരി പരിമിതികളുണ്ട്. വാസ്തവത്തിൽ ഈ പരിമിതികളെക്കുറിച്ച് മനുഷ്യൻ തിരിച്ചറിയാതെ പോകുന്നതും മനുഷ്യജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ചൊക്കെ തിരിച്ചറിയാതെ പോകുന്നതുമാണ് മനുഷ്യൻ എന്തോ ദൈവത്തിൽ നിന്നും ഈശ്വര ചിന്തയിൽ നിന്നൊക്കെ അകന്ന് ഭൗതികതയുടെ പിന്നാലെ പരക്കം പായുവാൻ തക്കവണ്ണിടയാണ്. മനുഷ്യ സൃഷ്ടി തന്നെ വാസ്തവത്തിലെ ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലിന്റെയും ദൈവിക അനുഗ്രഹത്തിന്റെയൊക്കെ ഭാഗമാണ്. ഇത് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഇന്ന് പ്രത്യേകിച്ച് വെസ്റ്റേൺ സംസ്കാരത്തിലൊക്കെ മനുഷ്യൻ നേരിടുന്ന അടിസ്ഥാനപരമായൊരു പ്രശ്നം ഈശ്വരിൽ നിന്ന് അന്യമായി പോകുന്ന ഒരു യുവതലമുറയാണ്. വാസ്തവത്തിൽ ഞങ്ങളെപ്പോലുള്ള ആരാധനാലയങ്ങളിലൊക്കെ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നവും ഇത് തന്നെയാണ്. യൗവനക്കാർ പലപ്പോഴും ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ മതപരമായ ചിന്തയിൽ നിന്നും ആധ്യാത്മികതയിൽ നിന്നും ഒക്കെ അകന്നു പോകുന്നുവോ എന്നൊരു ചോദ്യം. വാസ്തവത്തിൽ ഇത് തിരിച്ചറിവിന്റെ വിഷയമാണ്. ഇത് മനുഷ്യന്റെ ഈ ഒരു അസ്തിത്വം തന്നെ ഈശ്വരോന്മുഖമാണ് വാസ്തവത്തിൽ. അത് തിരിച്ചറിയാനായിട്ടുള്ള വിവേകം കുറഞ്ഞു പോകുന്നതാണ് മനുഷ്യന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ സ്വന്തമായിട്ടുള്ള ബുദ്ധിയും അവന്റേതായിട്ടുള്ള തലത്തിലും അവന്റെ ഒക്കെ ഒത്തിരി പരിമിതികളുണ്ടെന്ന് തിരിച്ചറിയുക വിനയവും വിവേകവും മനുഷ്യനുണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഈശ്വരനിലേക്ക് അടുത്തു വരുവാനും ആ ഈശ്വരനിലേക്കുള്ള അടുത്തുവരവ് ഈശ്വര ചിന്തയിലേക്കും ആരാധനയിലേക്കും ഒക്കെ അവനെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇത് വാസ്തവത്തിൽ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ മനുഷ്യന്റെ ഭൗതിക ധാരാളിത്തത്തിനിടയിൽ എങ്ങനെയൊക്കെയോ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമായിട്ട് തന്നെ ഉൾക്കൊള്ളുന്നു. പ്രത്യേകിച്ച് ഒരു വശത്ത് മൗലികവാദം ശക്തമാകുമ്പോൾ മറുവശത്ത് ഭൗതികവാദം അത് കൊടികുത്തി വരുന്നു. ഇത് വാസ്തവത്തിൽ സാധാരണക്കാരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് മൗലികവാദം ഒരിക്കലും അത് കരണീയമായ ഒന്നല്ല. അതുപോലെ തന്നെ മതത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു നിലനിൽപ്പ് മനുഷ്യന് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏത് മതങ്ങളാണെങ്കിലും അതെല്ലാം ശക്തമായി വിരൽ ചൂണ്ടുന്നത് ഒരു ദൈവ ചൈതന്യത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. അതിൽ കാണുമ്പോൾ മനുഷ്യന് എല്ലാം ആവശ്യപ്പെടുന്നത് ഭൗതികമായ ജീവിതത്തിന്റെ നന്മയ്ക്കപ്പുറമായ ഒരു മനഃശാന്തിയും മനുഷ്യബന്ധങ്ങളുടെ ഒരു നല്ല ഉറപ്പുമാണ്. ഇത് വാസ്തവത്തിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നത് ആധ്യാത്മികമായ ചിന്താധാരയിലൂടെയും ആധ്യാത്മികമായ തീർത്ഥാടനത്തിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്കാലവും മതചിന്തയും ആധ്യാത്മിക ചിന്തയും മനുഷ്യരാശിക്ക് ഒരു പുതിയ നവോന്മേഷം പകരുന്നതാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ ദിശാബോധം നൽകുന്നതാണ്. ആ നിലയിലേക്ക് ഒരു മടങ്ങിവരവ് അനിവാര്യമാണ്. തീർച്ചയായിട്ടും ആ മടങ്ങിവരവിലൂടെ മാത്രമേ മാനവരാശിക്ക് ശാശ്വതമായൊരു നിലനിൽപ്പും സമാധാനപൂർണമായ ഒരു പ്രയാണവും സാധ്യമായിട്ട് തീരുകയുള്ളൂ.
ഫാദർ പറഞ്ഞ വളരെയധികം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ സമൂഹത്തിന്റെ ചിന്താധാരകൾ വളരെയധികം ഭൗതികവാദത്തിന് പിന്നാലെ പോവുകയാണ്. ശരിക്കും ഭാരതീയ സംസ്കാരത്തിൽ തന്നെ ആധ്യാത്മികത ഒരു സംസ്കാരമായി രൂപപ്പെട്ടു വന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ വിശ്വാസങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടാവാം. ശരിക്കും അതിനെക്കുറിച്ചൊക്കെ ഫാദർ നന്നായി പറഞ്ഞു തന്നു. നമുക്ക് എന്തായാലും ഒരു പാട്ടൂടെ കേൾക്കാനുള്ള സമയമായിരിക്കുന്നു. ദൈവം പിറക്കുന്നു മനുഷ്യനായ ബെത്ലഹേമിൽ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. ഫാദറിനും ആ ഒരു സോങ് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമഴക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. പാതിരാവിൻ മഞ്ഞേ തീരനായി പാരിന്റെ നാഥൻ പിറക്കുകയായി. പാതിരാവിൻ മഞ്ഞേ തീരനായി പാരിന്റെ നാഥൻ പിറക്കുകയായി. പാടിയാർത്തു വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർത്തു വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമഴക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. പകലോനു മുൻപേ പിതാവിന്റെ ഹൃത്തിലെ പ്രിയേക സൂനുവാമുദയ സൂര്യൻ. പകലോനു മുൻപേ പിതാവിന്റെ ഹൃത്തിലെ പ്രിയേക സൂനുവാമുദയ സൂര്യൻ. പ്രാഭവ പൂർണ്ണനായി ഉയരുന്നിതാ പ്രതാപമോടിന്നേശുനാഥൻ. പ്രാഭവ പൂർണ്ണനായി ഉയരുന്നിതാ പ്രതാപമോടിന്നേശുനാഥൻ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമഴക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മഞ്ഞു
മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹായ്, ഞാൻ ആജയ് മരിയ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും ഒരു നന്മ നിറഞ്ഞ ക്രിസ്തുമസും ഒപ്പം മനോഹരമായ പുതുമ നിറഞ്ഞ ഒരു പുതുവത്സരവും ഞാൻ ആശംസിക്കുന്നു. This program is sponsored by Law and Lawyer Solicitors. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളത് കണ്ണൻ രാമചന്ദ്രനാണ്. നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സെന്റ് ഗ്രിഗോറിയസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ലണ്ടനിലെ വികാരിയായിട്ടുള്ള ഫാദർ നയനാൻ വി ജോർജ് ആണ്. അച്ഛൻ നമുക്ക് ധാരാളം മെസ്സേജസുകൾ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. അച്ഛാ, അതിനിടയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് നാടിനെക്കുറിച്ച് ഒരിക്കലും മറക്കാൻ പറ്റില്ല, നമ്മുടെ പള്ളിയെ പറ്റിയും മറക്കാൻ പറ്റില്ല. ശരിക്കും സെന്റ് ബർസോമാസ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വിശ്വാസത്തിന്റെ ഒരു ആശയകിരണം തന്നെയാണ്. അപ്പം എനിക്ക് സെന്റ് ബർസോമാസിനെ പറ്റി അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പണ്ട് അച്ഛൻ ചെറുപ്പത്തിൽ പള്ളിയിലെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴും എൻ്റെ ഈ ലിസണേഴ്സിന് അവർക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മുടെ പള്ളിയെ പറ്റിയും നമ്മുടെ സെന്റ് ബർസോമാസിനെ പറ്റിയും. വളരെ ശക്തിയുള്ള ഒരു സന്യാസി ശ്രേഷ്ഠനാണ് അദ്ദേഹം, നമുക്ക് ബ്ലെസ്സിങ്സ് തരുന്നത്. അപ്പം ഫാദർ, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായിട്ടുള്ളൊരു ദേവാലയമാണ് ആറ്റുവായിലെ സെന്റ് ബർസോമാസ് ഓർത്തഡോക്സ് ദേവാലയം. വാസ്തവത്തിൽ അന്ന് ഈ ബർസോമായെ കുറിച്ച് ഏറെ പ്രചാരമുണ്ടായിരുന്ന കാലത്തല്ല പിതാക്കന്മാർ ഈ ഒരു നാമധേയം തെരഞ്ഞെടുത്തത്. പക്ഷേങ്കിൽ ഒരു നല്ല പഠനം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഈ പിതാവിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം. ബർസോമ എന്ന് പറയുന്നത് വാസ്തവത്തിൽ 2 പദങ്ങളുടെ സമന്വയമാണ്. ബർ സൗമ. ബർ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ്, സൗമോ എന്ന് പറഞ്ഞാൽ നോമ്പെന്നാണ്. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ പുത്രൻ അല്ലെങ്കിൽ വ്രതപുത്രൻ എന്നാണ് വാസ്തവത്തിൽ ആ നാമത്തിന്റെ അർത്ഥം തന്നെ. അത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് അന്വർത്ഥവുമായിരുന്നു ആ നാമധേയം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സന്താനഭാഗ്യമില്ലാതിരുന്ന വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്ക് നോമ്പിലൂടെയും പ്രാർത്ഥനയുടെയും ഫലമായി സിദ്ധിച്ച ഒരു മകൻ. അതുകൊണ്ട് തന്നെ ആ മകന് ബർസോമ എന്ന് പേരിട്ടു. എന്നാൽ ആ പേര് കൂടുതൽ അന്വർത്ഥമാക്കിയായിരുന്നു തന്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ. ബാല്യവും യൗവനവും ഒക്കെ ദൈവാശ്രയത്തോടുകൂടി വളരെ ശക്തമായിട്ട് ജീവിച്ചു. ഒരുപക്ഷെ ഒരു സന്യാസ ഒരു ശൈലിയിലൂടെ അദ്ദേഹം രൂപപ്പെട്ടു. അങ്ങനെ ജീവിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന്റെ മാനസിക ഉള്ളിൽ ശക്തമായ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടേണ്ടതായിട്ട് വന്നുവെന്ന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഭക്ഷണവും പാനീയവും പോലും വെടിഞ്ഞിട്ട് ഒരു അരുവിയുടെ ചുവട്ടിൽ അദ്ദേഹം അരുവിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണം വാഗൊണ്ട് കഴിക്കേണ്ട, ജലദാനപാനം പോലും കഴിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാലിലൂടെ വലിച്ചെടുത്ത വെള്ളത്തിലൂടെ ശിഷ്ടായുസ് കഴിച്ചുകൂട്ടി തന്റെ ജീവിതം തന്നെ ഈശ്വരന് വേണ്ടി, ദൈവത്തിനു വേണ്ടി ഹോമിച്ച ഒരു ത്യാഗവര്യനായി, സന്യാസ ശ്രേഷ്ഠനായിട്ട് കാണുന്ന ഒരു വലിയ സിദ്ധനായിരുന്നു വാസ്തവത്തിൽ ഈ പരിശുദ്ധനായിട്ടുള്ള മാർ ബർസോമ. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം ഒരുപക്ഷെ ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും ഒക്കെ വിഹരിക്കുന്ന കൊടും വനത്തിൽ അദ്ദേഹം ശിഷ്ടായുസ് കഴിച്ചു കൂട്ടുമ്പോഴുമൊക്കെ ഈ വന്യമൃഗങ്ങളും വിഷജന്തുക്കളുമായിട്ടൊക്കെ സൗഹൃദം പുലർത്തുന്ന വിധത്തിലുള്ള ചില ഫോട്ടോകൾ കാണാറായിട്ടുണ്ട്. അത്ര ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന, അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റ് ഇതര ജീവികളുമായി അല്ല ജാലങ്ങളുമായി പോലും ഒരു വ്യത്യസ്തതയില്ലാത്ത ഒരു സൗഹൃദത്തിന്റെ, വേദപുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തുന്നത് പോലെ കുഞ്ഞാടും പുള്ളിപ്പുലിയും ഒന്നിച്ചു കഴിയും എന്നൊക്കെ പ്രവചനത്തിൽ യെശയ്യാവ് പറയുന്ന ആ തലത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ജീവജാലങ്ങളും ഈശ്വര സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവും സങ്കല്പവും അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലൂടെ വരുത്തിയും അതിലേറെ അദ്ദേഹത്തിന്റെ മധ്യസ്ഥം കണ്ണന് പരിചയമുള്ളതുപോലെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വിജയം കൊടുക്കുവാനും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാനും മനസ്സ് തകർന്ന് വ്യത്യസ്ത വിഷയങ്ങളുമായി തന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയുമായി മധ്യസ്ഥയാണ് ചെല്ലുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സാധ്യതയൊക്കെ വളരെ പ്രചുരമായ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ. ആ നിലയിലുള്ള ഒരു ശക്തമായ സങ്കല്പവും ഈശ്വരന്റെ തന്നിലേക്കുള്ള ഒരു വഴികാട്ടിയുമായിരുന്നു മാർ ബർസോമ എന്നുള്ളത് വ്യക്തിപരമായി എന്റെ ജീവിത അനുഭവങ്ങളിലൂടെ രുചിച്ചറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് അനേകർ ഇന്ന് സാക്ഷിക്കുന്ന സത്യവുമാണ്.
ഏകദേശം 100 വർഷങ്ങൾ പിന്നിടുന്ന ആ അനുഗ്രഹീത ദേവാലയം ഇന്നും ഫെബ്രുവരി 2-3 തീയതികളിലാണ് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ വർഷം ആ പെരുന്നാളിനെ സംബന്ധിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ നാട്ടിലേക്ക് പോകാൻ പോലും ആഗ്രഹിക്കുന്നുണ്ട്. അത്ര ഒരു അനുഗ്രഹീതമായിട്ടുള്ള സങ്കല്പമാണ് മാർ ബർസോമ. ഫാദർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. കാരണം ജാതിമത ഭേദമന്യേ എവിടെ പോകുന്നതിന് മുമ്പും ബസോമാപ്പച്ചന് മുന്നിൽ കാണിക്ക അർപ്പിച്ച് ഒരു മെഴുകുതിരി കൊളുത്തിയിട്ട് എല്ലാവരും പോകാറുള്ളൂ. ശരിക്കും വേറൊരു പ്രത്യേകതയും കൂടെ ഞാൻ കാണാറുണ്ട് ഫാദർ. നമ്മുടെ ആ പ്രദേശം, ആറ്റുവ എന്ന പ്രദേശത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ദേവാലയം. ഒരു കുന്നിന്റെ മുകളിൽ എല്ലാവർക്കും കാണാൻ കഴിയും തോന്നുന്നു. ഒരുപക്ഷെ കുരിശടി ദൂരെ നിന്നാൽ പോലും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ദേവാലയം, വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം ഞങ്ങളുടെ ബർസോമ അപ്പച്ചനാണ്. എന്താവശ്യങ്ങളുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഓടിച്ചെന്ന് സങ്കടങ്ങൾ പറയാൻ ഏത് ജാതി മതഭേദമന്യേ കഴിയുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ആറ്റുവ പള്ളിയും. ഫാദർ, എനിക്ക് അടുത്തതായിട്ട് ചോദിച്ചറിയാനുള്ളത് തിരുപ്പിറവി എന്ന സങ്കല്പത്തെ പറ്റിയാണ്. ശരിക്കും സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ച് മാനവരാശിയുടെ ഉന്നമനത്തിനായിട്ട് ദൈവം യേശുവിന്റെ പിറവിയാണ് നമ്മൾ ഡിസംബർ 25-ാം തീയതി ആഘോഷിക്കുന്നത്. അപ്പം തിരുപ്പിറവിയുടെ ആ സങ്കല്പത്തെ പറ്റി ഫാദർ എനിക്ക് 2-3 വാക്കുകൾ പറഞ്ഞു തരുമോ? തിരുപ്പിറവി ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഇത് ഈശ്വരന്റെ ഇടപെടലാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം നാം പരിശോധിക്കുമ്പോൾ തിരുവെഴുത്തിൽ സൂചിപ്പിക്കുന്നത് പാഴും ശൂന്യവുമായിരുന്നു ഈ ഭൂമി എന്നാണ്. പാഴും ശൂന്യവുമായിരുന്ന ഈ ഭൂമിയിലേക്കുള്ള ദൈവത്തിന്റെ ഇടപെടലാണ് വാസ്തവത്തിൽ ആദ്യത്തെ ഇടപെടലാണ് സൃഷ്ടിയുടെ ആരംഭം. പാഴും ശൂന്യവുമായിരുന്നതിനെ ക്രമീകൃതമായ, അതിന് ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന 2 വാക്കുകളുണ്ട്. കയോസ് ബിക്കം കോസ്മോസ്, അതായത് പാഴും ശൂന്യവും ഇരുളും ഒക്കെ ആയിരുന്ന, ഓർഡറില്ലാതിരുന്നതിനെ തമ്പുരാൻ ദൈവത്തിന്റെ ഇടപെടലിലൂടെ അത് മനോഹരമായ ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയായി രൂപപ്പെടുന്നു, പരിണമിക്കുന്നു എന്നുള്ളതാണ് ഈശ്വര സങ്കല്പം. ആ ഈശ്വര സങ്കല്പത്തിലേക്ക് അതിന്റെ എല്ലാം ക്ലൈമാക്സായി, അതിന്റെ മൂർത്തിമൽഭാവമായി, അതിന്റെയൊക്കെ ഒരു ഔന്നത്യത്തിലാണ് വാസ്തവത്തിൽ, അതിന്റെ മകുടമായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്. ആദമിനെയും ഹവ്വയെയും നിർമ്മിച്ചാക്കി പ്രപഞ്ചത്തിലേക്ക് എന്നൊക്കെ തിരുവചനത്തിലൂടെ നാം പഠിക്കുന്നുണ്ടല്ലോ. എന്നാൽ അത് മാനവരാശിയുടെ അനുഗ്രഹകരമായ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ എവിടെയൊക്കെയോ കാലുവഴുതിപ്പോയിട്ടുണ്ട്. ആ വഴുതലുകൾ വലിയ പാപത്തിലേക്കും അധപതനത്തിലേക്കും മാനവരാശി വീണുപോകാൻ തക്കവണ്ണിടയായി. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈശ്വരൻ തന്റെ പ്രവാചകന്മാരെ ഭൂമുഖത്തേക്ക് അയച്ച് മനുഷ്യനെ നേർവഴി കാട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ വിജയം കാണാതെ വന്നപ്പോൾ ഈശ്വരൻ എടുക്കുന്ന വലിയൊരു തീരുമാനമാണ് തന്റെ മകനെ തന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് ആക്കിക്കൊണ്ട് ഇതിന് ഒരു പരിഹാരം വരുത്തുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഗ്രഹീതമായ ശ്രമം. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമത്തെ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തന്റെ ഏകജാതനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട്, തിരുവവതാരത്തിലൂടെ അയച്ചുകൊണ്ട് മാനവരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൈവിക ശ്രമം. ഈ ഒരു ശ്രമമാണ് വാസ്തവത്തിൽ മനുഷ്യാവതാരത്തിന്റെ പിന്നിലുള്ളത്. മിണ്ണുവിട്ട് മണ്ണിലേക്ക് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ ഭൂമിയിലേക്കുള്ള, പ്രപഞ്ചത്തിലേക്കുള്ള ഇടപെടലും പ്രവേശനവുമാണ് വാസ്തവത്തിൽ തിരുപ്പിറവിയിൽ നമുക്ക് ദർശിപ്പാൻ തക്കവണ്ണിടയാകുന്നത്. അത് വലിയ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഒരു മനുഷ്യ സൃഷ്ടിയായിട്ടല്ല അവൻ കടന്നു വരേണ്ടത്, എന്നാൽ മനുഷ്യരൂപത്തിൽ അവൻ എത്തേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് കന്യകയിലൂടെ സന്നിവേശിച്ച് ആ കന്യക ഒരു പുത്രന് ജന്മം കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ എല്ലാ പരിമിതികളിലേക്കും ഇറങ്ങി വന്ന് പരിമിതനായ മനുഷ്യനെ അപരിമിതനാക്കുവാൻ തക്കവണ്ണം മാനവരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു വലിയ ദർശനം അത് സാധ്യമാക്കി തരുന്നത്. അതാണ് വാസ്തവത്തിൽ തിരുപ്പിറവിയുടെ ശ്രേഷ്ഠമായിട്ടുള്ള സങ്കല്പം. അത് തിരുവെഴുത്തിൽ വളരെ ശക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ഫാദർ, തിരുപ്പിറവിയുടെ ആ സങ്കല്പം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ശരിക്കും ഞാനിങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ട്, പാപികൾക്ക് വേണ്ടി വാർത്തു നീ ചങ്കിലെ ചെന്നിണം, നീതിമാൻ നിനക്ക് തന്നതോ മുൾക്കിരീടധാരോ. ശരിക്കും ദൈവം നമ്മളുടെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് പോലും നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ല, കേട്ടില്ല, മനസ്സിലാക്കിയില്ല. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഉള്ളിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തിരുപ്പിറവി എടുത്ത് വന്നത്. എന്തായാലും നല്ലൊരു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം നമുക്ക്. ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളത് കണ്ണൻ രാമചന്ദ്രനാണ്. നമ്മുടെ നയനാൻ വി ജോർജ് അച്ഛൻ നമ്മളോടൊപ്പം തന്നെയുണ്ട്. പല കാര്യങ്ങളും അച്ഛന് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോ. പുൽക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം. പുൽക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി
പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മ ദിനം. ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ, ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ. പാലും കമ്പിളിയും കിന്നരവും താളവുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനാ. പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മ ദിനം. മെൽഷ്യരും കാസ്പറും ബൽത്തസറും വാഴ്ത്തും രക്ഷകരിൽ രക്ഷകനാ മിശിഹാ പിറന്ന ദിനം. മെൽഷ്യരും കാസ്പറും ബൽത്തസറും വാഴ്ത്തും രക്ഷകരിൽ രക്ഷകനാ മിശിഹാ പിറന്ന ദിനം. നീചരിൽ നീചനായ ഹേരോദേസ് നടത്തിയ ശിശുഹത്യയേക്കാൾ ഭീകരങ്ങളായ നരവേട്ടകൾ ഇവിടെ പ്രതിദിനം നടക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ. ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ, പാലും കമ്പിളിയും കിന്നരവും താളവുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനാ. പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മ ദിനം. ഭൂമിയിൽ ദൈവമക്കൾ നേടും സമാധാനം, ഉന്നതിയിൽ അത്യുന്നതിയിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ ദൈവമക്കൾ നേടും സമാധാനം, ഉന്നതിയിൽ അത്യുന്നതിയിൽ ദൈവത്തിനു മഹത്വം. ലോകത്തിലെ സകല വേദനകളും ക്ഷമയോടെ സഹിച്ച രക്ഷകനായ മിശിഹായുടെ ജന്മസുദിനത്തിൽ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ അയൽക്കാരെയും അവശരെയും അങ്ങനെ നമ്മെ തന്നെയും സ്നേഹിക്കാം. സ്നേഹമാണ് ദൈവം. ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ, പാലും കമ്പിളിയും കിന്നരവും താളവുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനാ. പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മ ദിനം. Merry Christmas! Yes, it is Christmas time again. London Malayalam Radio is granting you a very special Christmas wish from Ash. വിശുദ്ധിയുടെ പുണ്യം പേറി ഒരു ക്രിസ്മസ് കാലം കോരി ആകാശത്ത് മിന്നിയ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന ഈ ക്രിസ്മസ് രാവ് പിന്നിലെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് ഇടയാവട്ടെ. This program is sponsored by Law and Lawyer Solicitors. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ കണ്ണൻ രാമചന്ദ്രനാണ് നമ്മളോടൊപ്പം ഉള്ളത് നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഫാദർ നയനാൻ വി ജോർജ് അച്ഛനാണ്. അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും നമ്മളോട് കുറെ മെസ്സേജ് കാര്യങ്ങളും ക്രിസ്മസിനെ കുറിച്ചുള്ള വിശേഷങ്ങളും പങ്കുവെക്കുകയാണ്. ഇനി എനിക്ക് ഫാദറിൽ നിന്ന് കിട്ടാനുള്ളത് ഒരു ബ്ലെസ്സിംഗ് പോലെ ക്രിസ്മസ് മെസ്സേജും വരാൻ പോകുന്ന പുതുവത്സരത്തെ കുറിച്ചുള്ള പ്രത്യാശകളുമാണ്. ക്രിസ്തുമസ് എപ്പോഴും സന്തോഷത്തിന്റെ നവ്യാനുഭവമാണ്. അത് സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, അതിലേറെ സമഭാവനയുടെ ഒക്കെ വർണ്ണം പകരുന്ന ധന്യമായ നിമിഷങ്ങളാണ്.
ഇവിടെ ക്രിസ്തുമസ് സന്ദേശം എന്ന് കാണുമ്പോൾ വാസ്തവത്തിൽ ആ പുൽക്കൂടാണ്, അതിൽ ജനിച്ചിരിക്കുന്ന ഒരു ശിശുവാണ്. പലപ്പോഴും 3 കാര്യങ്ങളാണ് അവിടെ ശക്തമായിട്ടുള്ളത്. ഒന്ന്, ഒരു ശിശുവിനെ കാണാൻ സാധിക്കുന്നു. ആ ശിശുവിനെ പൊതിയപ്പെടുന്നത് കീറ്റുശീല കൊണ്ടാണ്. അതിനെ കിടത്തിയിരിക്കുന്നത് ഒരു പുൽത്തൊഴുത്തിലാണ്. ഇത് 3ഉം വലിയ സന്ദേശമാണ് നമുക്ക് പകരുന്നത്. വാസ്തവത്തിൽ ഒരു ശിശു നിഷ്കളങ്കതയുടെ ഭാവമാണ്. ഇന്ന് ആധുനിക മനുഷ്യൻ ഇന്ന് വാസ്തവത്തിൽ കാപട്യത്തിന്റെ മുഖമൂടികൾ ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്തുമസിൽ പറയുന്നത്, മനുഷ്യൻ കാപട്യത്തിന്റെ മുഖമൂടി അഴിച്ചുവെച്ച് ഒരു ശിശുവിന്റെ നൈർമല്യതയിലേക്കും ലാളിത്യത്തിലേക്കും അതിന്റെ നിഷ്കളങ്കതയിലേക്കും ഒരു മടങ്ങിവരവ് അനിവാര്യമാണ്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ മുമ്പിലും സഹോദരങ്ങൾ കൂടപ്പുറപ്പുകളുടെ മുമ്പിലും എല്ലാ തലങ്ങളിലും ഇന്ന് അനിവാര്യമായിരിക്കുന്നത് ഒരു ശിശു ശൈലിയുള്ള ഒരു നിഷ്കളങ്കതയുടെ ഭാവം ഉൾക്കൊള്ളുന്ന ഒരു പച്ചയായ മനുഷ്യനായി തീരുവാനുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ക്രിസ്തുമസ് ഉയർത്തുന്നത്. ആ ശിശുവിനെ ഒരു കീറ്റുശീലയിൽ പൊതിയുമ്പോഴും, അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, യു വിൽ സീ എ ചൈൽഡ് റാപ്ഡ് ഇൻ സ്വാഡിലിംഗ് ക്ലോത്ത്സ് എന്നാണ്. ഒരു കുഞ്ഞിനെ കീറ്റുശീലയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കടത്തിയിരിക്കുന്നു. കീറ്റുശീല ലാളിത്യത്തിന്റെ, ഇന്നത്തെ ആധുനിക സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ കൊടും പാപം എന്ന് പറയുന്നത് മനുഷ്യൻ ധാരാളിത്വവും ആർഭാടവുമാണ്. ഈ ആർഭാടത്തിന്റെയും ധാരാളിത്വത്തിന്റെയും സംസ്കാരമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പോലും അകറ്റിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ടൊരു മടങ്ങിവരവ് അനിവാര്യമാണ്. അത് ലാളിത്യത്തിലേക്കാണ്. ഈ ലാളിത്യത്തിലേക്കുള്ള മടങ്ങിവരവിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു അനുഗ്രഹീതമായ ചിന്തയാണ് ക്രിസ്തുമസിൽ കാണുന്നത്. വിണ്ണുവിട്ടു മണ്ണിലേക്ക്, ലാളിത്യത്തിലേക്കും പരിമിതിയിലേക്കും ഇറങ്ങി വന്ന ക്രിസ്തു. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് നമ്മിൽ ഉയർത്തേണ്ടുന്ന വെല്ലുവിളി അത് തന്നെയാണ്. ലാളിത്യത്തിലേക്കുള്ള ഒരു മടങ്ങിവരവിനുള്ള ഒരു ശംഖനാദം മുഴക്കുവാൻ ഈ ക്രിസ്തുമസിന്റെ ആഘോഷം സാധിക്കുമെങ്കിൽ അതാണ് വാസ്തവത്തിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. 3, അവനെ കിടത്തിയിരിക്കുന്നത് ഒരു പുൽത്തൊട്ടിലാണ്. അത് മെയിഞ്ചറാണ്. പുൽത്തൊട്ടിൽ പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തിൽ നമുക്ക് ശക്തമായ ഒരു പ്രതീകം തന്നെയാണ്. ചാണകം മെഴുകുക എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പ്രതീകമാണ്. ആ ചാണകം മെഴുകിയ തറയിലാണ് അവൻ ജനിച്ചതെന്ന് പറയുമ്പോൾ വിശുദ്ധിയിൽ മാത്രമേ ഈശ്വര ജന്മം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ജനിക്കണമെങ്കിൽ വിശുദ്ധിയിലേക്കുള്ളൊരു മടങ്ങിവരവ് അനിവാര്യമാണ്. ഇന്ന് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നതും വാസ്തവത്തിൽ പല വിധത്തിലുള്ള പാപമംഗലമായ സാധ്യതകളുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മിലൂടെ വിശുദ്ധിയിലേക്കുള്ള ഒരു മടങ്ങിവരവും അനിവാര്യമാണ്. ആ വിശുദ്ധിയിലേക്ക് മടങ്ങി വരികയും ലാളിത്യത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് സാധ്യമായി തീരുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വര സങ്കല്പം കേവലം 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അനുഗ്രഹീത ചിന്തയുടെയും സംഭവത്തിന്റെയും കേവലം അനുസ്മരണമാകാതെ ഒരു യാഥാർത്ഥ്യമായി പരിണമിക്കുവാൻ വേണ്ടിയാകും. ആ യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുമ്പോഴാണ് ക്രിസ്തുമസ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് സാധിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അങ്ങനെ സാധിക്കുമ്പോൾ ക്രിസ്തുമസ് നമ്മിൽ ഉണർത്തുന്ന ഒരു വല്ലാത്ത ഒരു അനുഭവമുണ്ട്. ആ അനുഭവം തീർച്ചയായിട്ടും അത് സന്തോഷത്തിൻ്റെതാണ്, നന്മയുടേതാണ്, അനുഗ്രഹത്തിൻ്റെതാണ്, ഒരു പുതിയ മാനവികതയുടേതാണ്. ആ മാനവികതയിലേക്ക് നയിക്കുവാൻ ഈ വർഷത്തെ 2016 ക്രിസ്തുമസ് ആഘോഷം സാധിക്കട്ടെ. ആ പുതിയ മാനവികതയിലൂടെ 2017 പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സന്തോഷത്തിന്റെയും ധന്യതയുടെയും അനുഭവം നമ്മിൽ ജനിക്കുവാൻ തക്കവണ്ണയാകും. ആ നന്മ എല്ലാവർക്കും നേരുന്നു. ഒരു പുതുവർഷത്തിന്റെ അനുഗ്രഹങ്ങൾ നേരുന്നു. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ശരിക്കും ലാളിത്യത്തിന്റെ ശരിക്കും തന്റെ മകനെ തന്നെ അയച്ച് മനുഷ്യവർഗത്തെ അല്ലെങ്കിൽ ഉന്നമനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. നമ്മൾ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണെങ്കിൽ പോലും എന്നാൽ ആ ലാളിത്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നല്ല ഒരു വിശ്വാസത്തിലൂടെ 2017 എന്ന പുതുവത്സരത്തിലേക്ക് കടക്കാമെന്നാണ് നമുക്ക് ഫാദർ പറഞ്ഞു തന്നത്. വളരെയധികം തിരക്കുകളുണ്ട്. കുറേ വിശ്വാസികൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ ക്രിസ്മസ് പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് കുറച്ചു നേരം അച്ഛൻ എന്നോട് കൂടി ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചത്. വളരെ സന്തോഷമുണ്ട് ഫാദർ. ഈ ക്രിസ്മസ് ഫാദറിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ ഒരേ നാട്ടുകാരെ നമ്മൾ ഇവിടെ എത്തിച്ചതിന് ശേഷം 2ാമത്തെ ക്രിസ്മസ് ആണ് ആഘോഷിക്കുന്നത്. അപ്പം എന്തായാലും ഞാനും ഈ ചർച്ച വിട്ട് പടിയിറങ്ങുകയാണ്.
തിരിക്കുകയാണ്. പുതിയ പുതിയ ക്രിസ്മസ് വിശേഷങ്ങളും കാണാനിരിക്കുന്നുണ്ട്. എന്തായാലും ഫാദറിനോട് ഇത്രയും നേരം സംസാരിച്ചത് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ലിസണേഴ്സിൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി ഞാൻ ഫാദറിന് അറിയിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് ഫാദർ. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ പറ്റും. LMRന്റെ സൈറ്റിൽ അതിനുള്ള വിവരങ്ങൾ ലഭ്യവുമാണ്. അപ്പം ഹാപ്പി ക്രിസ്മസ്. എന്താ പറയണ്ടേ, ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവരിലും നല്ല ശീലങ്ങളും നല്ല ചിന്തകളും വന്നു നിറയട്ടെ എന്ന് ഒരു വട്ടം കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിട പറയുകയാണ്. ബൈ, ടേക്ക് കെയർ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജിനോ കുന്നുംപുറം. കഴിഞ്ഞ 15 വർഷക്കാലം ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് കുറച്ച് ആൽബങ്ങൾ ഇറക്കാൻ പറ്റി. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.